ഇത് ഒരു തരത്തിലും വിടരുത്, ഇത് ചാൻസ് ആണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഓബ്സ്റ്റക്കിൾ? ഇതുപോലൊരു മലയാണ്, ആ മല ഓടിച്ച് കയറ്റണം ഇന്ന സ്ഥലത്ത് ഇന്നടത്ത്. കാരണം നമ്മളൊന്നും കാണില്ല, അങ്ങനെ കുത്തനെങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകാശം അല്ലാതെ ഒരു സാധനം അവിടെ കാണാനില്ല. നിങ്ങൾ വലിയ ഓഫ് റോഡാണെന്ന് ഞങ്ങൾക്ക് അറിയാം, പക്ഷേ ഈ വണ്ടിയായിട്ട് ഒരു പ്രതീക്ഷയും വേണ്ട കേട്ടോ. ഇതൊരു ഹോണ്ട സിറ്റി ആണ്, ഒരു EV ആണ്, ഓൾ വീൽ ഡ്രൈവ് ആണെന്നുള്ള പേരെന്നുള്ളൂ. വാരക പവറൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അവർ എന്നെ മെന്റലി ഡൗൺ ആക്കിയിട്ടാണ് ഈ വണ്ടി എനിക്ക് തരുന്നത്. ഒരു പറയണത് നമുക്ക് 3 വണ്ടിയാണ് ആകെ ഉള്ളത്, ഈ വണ്ടി നശിപ്പിക്കാതെ വേണം ഷൂട്ട് ചെയ്യാൻ. ഞാൻ നോർമലി എൻ്റെ ട്രാക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്ന ഒരു ലൈൻ ഉണ്ട്. ഞാൻ ആ ലൈനിൽ ഞാൻ ഇങ്ങനെ ട്രാക്കിൽ എൻ്റെ വീല് റൈറ്റ് വീൽ ഇവിടെ വേണം, ലെഫ്റ്റ് വീൽ ഇവിടെ വേണം എന്ന് എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ ആലോചിച്ച് നടന്നു പോകും. ആ ചാലായിരുന്നു എനിക്കുള്ള ചതി. അതായത് ആ ചാലിൽ വീല് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി മറ്റേ സൈഡ് ഇങ്ങനെ പൊങ്ങണം. അപ്പൊ ആ ചാലിൽ തന്നെ 2 തവണ ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കേണ്ടി വരുന്നുണ്ട്. അതായിരുന്നു അതിലെ ചലഞ്ച്. ആ സ്പെസിഫിക് സാധനത്തിൽ റിവേഴ്സ് എടുത്തപ്പോൾ ചെരിച്ച റിവേഴ്സ് എടുക്കണം. അവിടുന്ന് വണ്ടി കുപ്പെന്ന് പറഞ്ഞിട്ട് അധികം ഇറങ്ങി. പിന്നെ നോർമൽ വണ്ടി ഗ്രിപ്പ് ചെയ്ത് നിന്നു. പിന്നെ അധികം കൂളായിട്ട് ഇറങ്ങി. ഒറ്റയ്ക്ക് പോയി തിരിക്കുമ്പോൾ നമുക്ക് ഒന്നും കാണൂല. അപ്പോൾ ക്യാമറനെ വിശ്വസിക്കുക, പിന്നെ നമ്മുടെ ബ്രേക്കിനെ വിശ്വസിക്കുക. ഒരു ഇഞ്ചൊക്കെ അങ്ങോട്ടൊക്കെ പാളിപ്പോയാൽ ചിലപ്പോൾ ഇറക്കത്തിലേക്ക് പോകും. ഈ ആഡൊന്നും അല്ലായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ ഡ്രീമായിരുന്നു റെയിൻ ഫോറസ്റ്റ് ചലഞ്ച്. ഞാൻ ഓഫ് റോഡിംഗ് ആണ് എൻ്റെ പാഷൻ. എന്തൊക്കെ അപ്ഗ്രേഡ് അന്ന് മോട്ടോർ സ്പോർട്ട് ഫീൽഡിൽ ഓഫ് റോഡിങ്ങിൽ ഉണ്ടോ ആ സാധനങ്ങളെല്ലാം ഞാൻ എൻ്റെ ഈ വണ്ടിയിൽ വാങ്ങിച്ചു വെച്ചു. സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞ് ആ സ്റ്റേജ് കഴിഞ്ഞോടുകൂടി എന്നെ RFCന്ന് പുള്ളി പുറത്താക്കുകയാണ് ചെയ്തത്. എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാവരും ആദ്യം കുറേ പേര് എന്നെ വന്ന് കളിയാക്കാൻ തുടങ്ങി. എനിക്ക് അറിയാത്ത രീതിയിലുള്ള കളിയാക്കൽ. ഞാൻ വിചാരിക്കും അതൊരു അപ്രീസിയേഷൻ ആണെന്ന് വിചാരിക്കും, പക്ഷെ അതൊരു തൂക്കലായിരുന്നു. 4 വർഷം അടുപ്പിച്ച് തോറ്റുകൊണ്ടിരുന്നു. ഞാൻ ഭയങ്കര ഹ്യൂമിലേറ്റഡ് ആയി. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. പിള്ളേർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് തിരിച്ചടിക്കാം. RFCക്ക് പോയി. ആദ്യത്തെ ദിവസം ഞാൻ ഓവറോൾ 5th കണ്ടു നിന്നു. സെക്കൻഡ് ഡേ ഞാൻ 3rd വന്നു. 3rd ഡേ ഞാൻ ഫസ്റ്റായി. ഒരു കോമ്പറ്റീഷൻ ഓടിക്കാൻ പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. എനിക്ക് കഴിഞ്ഞ RFCയുടെ എൻ്റെ മൊത്തം ബഡ്ജറ്റ് 5 lakhs ആയിരുന്നു. ഏറ്റവും ചീപ്പസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജീവിച്ച പോലെ, ഞങ്ങൾ RFC ഓടിച്ച പോലെ ഒരു ടീമും RFC ഓടിച്ചിട്ടുണ്ടാവില്ല. ഒരു ടീം ഒരു വർഷം നോർമലി ഒരു ടീം ചിലവാക്കുന്ന 1 കോടി രൂപ എടുത്താണ്. അങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കി എടുക്കണം എന്നൊരു ഡ്രീമുണ്ട്. അത് വെച്ച് മലേഷ്യയിൽ പോയി കോമ്പീറ്റ് ചെയ്യണമെന്ന് എനിക്കൊരു ഡ്രീമുണ്ട്. ജയിക്കും. ഞങ്ങൾ ജയിച്ചിട്ടേ വരുള്ളൂ, അല്ലെങ്കിൽ പോകില്ല. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ടാറ്റ ഹാരിയർ EVയുടെ ഒരു ആഡ് കണ്ട എല്ലാവരും ഒരുപോലെ തപ്പി നടന്ന ഒരാളുണ്ട്. ആരാണ് ഈ സാഹസികമായിട്ട് ഡ്രൈവ് ചെയ്ത വ്യക്തിയെന്ന്? അദ്ദേഹമാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഡോക്ടർ ഫഹദ്, സ്വാഗതം. വൈറലായിട്ട് വീഡിയോ ആണ് ഇപ്പോഴത്തെ പ്രധാന സംസാര വിഷയം. ആളുകൾ ആരാണ് ഇതെന്ന് ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു ഡോക്ടറാണ്, അതുപോലെ 2024 RFCയുടെ വിന്നറാണ്, ഒരു സ്റ്റണ്ട് ഡ്രൈവറാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ഇതൊന്നും അല്ലാതെ ആരാണ് ഡോക്ടർ ഫഹദ്? ശരിക്കും ഒരു വണ്ടി ഭ്രാന്തനാണ്. എൻ്റെ പാഷൻ എന്നുള്ള പറഞ്ഞ വണ്ടി തന്നെയാണ്. എൻ്റെ കൂടെ എൻ്റെ പ്രൊഫഷനാണ് ആയുർവേദം. ഞാനൊരു ആയുർവേദിക് പീഡിയാട്രിഷ്യനാണ്. BAMS കഴിഞ്ഞു. അത് കഴിഞ്ഞ് പീഡിയാട്രിക്സിൽ MD ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് 10 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം 1 വർഷം ഇടുക്കിയിൽ വർക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് മലപ്പുറം ജില്ലാ ആയുർവേദ ആശുപത്രി കറുങ്ങാത്തുകൊണ്ട് അവിടെ ആയിരുന്നു കഴിഞ്ഞ 9 വർഷം. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ എൻ്റെ പാഷൻ കൊണ്ടു കിടക്കുന്നുണ്ടായിരുന്നു. ഇടുക്കിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ജീപ്പുമായിട്ട് എൻ്റെ അടുത്ത് സ്വന്തമായിട്ട് ഒരു താറുണ്ടായിരുന്നു. ആ താറുമായിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന മുഴുവൻ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. കാരണം ഗവൺമെന്റ് ഓഫീഷ്യൽസിന് മാത്രം കയറി ചെല്ലാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഞാൻ എൻ്റെ താറും കൊണ്ട് പോയിട്ടുണ്ട്, എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ടു ദ കോർ. പ്രൊഫഷൻ കൊണ്ട് ഒരു ഡോക്ടറാണ്, പാഷൻ കൊണ്ട് ശരിക്കും ഒരു പ്യൂർ ഹാർഡ് കോർ വണ്ടി ഭ്രാന്തനാണ്. ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബിജു മേനോന്റെ ഒരു ലുക്കും ജോജി ചേട്ടന്റെ ശബ്ദവും ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടോ? എന്റെ കമന്റ്സിലൊക്കെ ഉണ്ട്. ആദ്യം ജോജി ചേട്ടൻ കയറി വരുന്നതിന് മുമ്പ് ബിജു മേനോന്റെ ശബ്ദം എന്നാണ് എല്ലാവരും പറയാറ്. ഇപ്പൊ അത് അങ്ങേറ്റ ശബ്ദമായി, മറ്റുള്ള ലുക്കുമായി. ടാറ്റയുടെ തന്നെ ആഡിന് വേണ്ടി ചെയ്യുമ്പോൾ ഒരു സ്റ്റണ്ട് ഡ്രൈവർ ആയിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഇന്ന് ആ ആഡ് കഴിഞ്ഞതിന് ശേഷം പലരുടെയും ഒരു ഹീറോ ആണ്. ഇനീഷ്യലി സ്റ്റണ്ട് ഡ്രൈവർ എന്ന് പറഞ്ഞ അവര് വിളിച്ചത്, പക്ഷെ പിന്നെ എന്നെ ഹീറോ ആക്കിയവര്. ഞാൻ അവിടെ ഷൂട്ട് ചെയ്യുമ്പോ എന്റെ പേര് ഹീറോ, എനിക്ക് ഹീറോ കാർ, എന്റെ കാർ ഹീറോ കാർ. അങ്ങനെ RFCയിലെ ഒഫീഷ്യൽസിനോടാണ് ടാറ്റയുടെ ഈ മീഡിയ ടീം ആദ്യം വിളിച്ചു ചോദിച്ചത്, ഇന്ത്യയിൽ ആരാണ് സൗത്ത് ഇന്ത്യയിൽ ഇത് ചെയ്യാൻ പറ്റിയ ആൾക്കാരെന്ന്. അങ്ങനെ അവരാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് എനിക്ക് അവരുടെ കോള് വരുന്നത്. അപ്പം ഞാൻ എന്ത് വന്നാലും എൻ്റെ ടീമിലെ പിള്ളേരിൽ 2-3 പേര് എന്നോട് അതുപോലെ എന്നും സംസാരിക്കുന്നവരുണ്ട്. അവരോട് ഞാൻ എന്നും ചർച്ച ചെയ്യും. അപ്പോൾ ഈ കോള് വന്നു. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ റോൾ എന്താന്നൊക്കെയുള്ള സാധനം വന്നു. ആദ്യം അവർ സ്റ്റണ്ട് ഡ്രൈവർ എന്ന് പറഞ്ഞു വന്നു.
പിന്നെ അപ്പോൾ ആ കഥ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഒരു ലെറ്റർ അയച്ചു തന്നു എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ പയ്യനോട് ഫോർവേഡ് ചെയ്തപ്പം പവർ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞ ചാനലിൽ നമ്മൾ ഫോളോ ചെയ്യണം. പവർ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് മീഡിയ ചാനലാണ്, അറിയുണ്ടാവുമായിരിക്കും. അവരെ ഏതോ ഒരു കമ്പനി കാശ് കൊടുത്ത് വാങ്ങിച്ചു. അപ്പം ഏറ്റവും അടിപൊളി വീഡിയോ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. വന്നിട്ട് അവരുടെ ലെറ്റർ ആയിരുന്നു ഇത്. ഞാൻ അതിൽ പവർ ഡ്രിഫ്റ്റ് എന്നുള്ള സാധനം എൻ്റെ തലയിൽ കൂടെ ഓടിയില്ല, എൻ്റെ കണ്ണിൽ അത് കത്തിയില്ല. ഞാൻ ഇവനെ അയച്ചു കൊടുത്തപ്പോൾ ആശാനെ എന്താണിത്, ഇത് പവർ ഡ്രിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഹൈപ്പിൽ എനിക്കൊരു ഓഡിയോ അയച്ചു. അവൻ വിളിച്ചു, ഇത് ഒരു തരത്തിലും വിടരുത്, ഇത് ചാൻസ് ആണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അവരുടെ കോളൊന്നുമില്ല, അവർ ആ പറഞ്ഞ സാധനം വെച്ചു. അവർ ഡേറ്റ് മാറ്റി, എന്തോ ഒരു കാരണം കൊണ്ട് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്ത് വേറെ ഡേറ്റിലേക്ക് ആക്കി. ആ സമയത്തിനിടയ്ക്ക് ഇവരെന്നോട് വിളിച്ച് പറഞ്ഞു, ഞങ്ങളൊരു തീം മാറ്റുകയാണ്, നിങ്ങളെ സ്റ്റണ്ട് ഡ്രൈവർ ഒന്ന് മാറ്റിയിട്ട് ഹീറോ ആക്കുകയാണ്. ഞങ്ങൾ റേഞ്ച് റോവറിൻ്റെ ചൈനയിലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടോ, ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് എന്നോ കണ്ടതാണ്, ഇറങ്ങിയ കാലത്ത് കണ്ടതാണ്, എനിക്കറിയാം വീഡിയോ എന്താണെന്ന് പറഞ്ഞു. ആ പുള്ളി പറഞ്ഞു ആ ഡ്രൈവർക്ക് പകരം നിങ്ങളാവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനങ്ങനെ മറ്റേ സാധനത്തിലേക്ക് പോയി, ഗൂസ് ബംസും എല്ലാ സാധനവും. അപ്പൊ ഞാൻ അതിങ്ങനെ കിട്ടി, അയ്യോ കൊള്ളാം. അപ്പൊ എന്താണ് ഓബ്സ്റ്റക്കിൾ, ഇതുപോലൊരു മലയാണ്, ആ മല ഓടിച്ച് കയറ്റണം. അപ്പം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നിന്ന് ഇതൊക്കെ ഞാൻ എൻ്റെ പിള്ളേരോട് ഷെയർ ചെയ്തു. അപ്പോഴത്തേക്ക് എൻ്റെ ടീമിൽ എല്ലാവരെയും വിളിച്ചു. എൻ്റെ അക്കാഡമി ഉണ്ട്, ഞാനൊരു ഓഫ് റോഡ് ട്രെയിനിങ് അക്കാഡമി നടത്തുന്നുണ്ട്, മഡ് ആൻഡ് റോക്ക് അക്കാഡമിയിൽ. എൻ്റെ കൂടെയുള്ള മുബഷിറാണ്. മുബഷിറിനെ വിളിച്ചു ചോദിച്ചു എങ്ങനെയാണ് മുബഷിറെ പറയണത്, നമ്മൾ എന്താ റേറ്റ് പറയേണ്ടത്. അപ്പൊ ഇത് ഹീറോ ഉള്ളപ്പോഴല്ല കേട്ടോ, ഇത് ആദ്യത്തെ പരിപാടി, സ്റ്റണ്ട് ഡ്രൈവർ എന്നല്ല. അപ്പം മുബഷിറിനോട് പറഞ്ഞു, മുബഷിർ പറഞ്ഞു എടാ ഒരു 1 ലക്ഷം രൂപയെങ്കിലൊക്കെ ചോദിക്കേണ്ടതെന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ അങ്ങനെ റേറ്റ് പറഞ്ഞു, ചെറിയ റേറ്റ് പറഞ്ഞു. അവരോ അത് മതിയോ എന്ന് ചോദിച്ചു. അത് മതി എന്ന് പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഹീറോ ആയി. ആദ്യം സ്റ്റണ്ട് ഡ്രൈവർ മാറി ഹീറോ ആയി. ഹീറോ ആയിട്ട് അവിടെ ചെന്നു. 3 ദിവസത്തെ ഷൂട്ട് എന്ന് പറഞ്ഞത് 7 ദിവസമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഞാൻ ഫാമിലി ആയിട്ട് പോയി, വൈഫും മക്കളും എല്ലാവരും കൂടി പോയി. ഞാൻ അവിടെ ഒരു ഹോട്ടലൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഹോട്ടലിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ കവർ ചെയ്തോളാം പറഞ്ഞു. അവരതൊക്കെ കവർ ചെയ്ത് ഷൂട്ട് കഴിഞ്ഞു. ഷൂട്ടിൻ്റെ അവസാനത്തെ ദിവസം ഇവരെ ഞാൻ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഈ ഷൂട്ടിൽ ഈ ക്ലൈംബ് മാത്രം ഞങ്ങൾക്ക് അതൊരു വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല. ഈ ക്ലൈംബ് സ്ഥിരം അതിലും കട്ടിയുള്ള ഓബ്സ്റ്റക്കിൾസ് ഞങ്ങൾ ഓടിക്കുന്നതാണ്. ഇതിൽ ഞാൻ അഭിനയിച്ചു എന്നുള്ളത് പുറത്ത് പറയാതെ മറ്റേ ഇന്നസെന്റ് ഒരു സിനിമയിൽ നടക്കണോ മലയുടെ പോലെ അതിങ്ങനെ പറയാൻ പറ്റാതെ 1.5 മാസമായിട്ട് ഞാനിങ്ങനെ പിടിച്ചു. സാധാരണ ഞാൻ എന്തെങ്കിലും അങ്ങനെ നടന്ന അപ്പോൾ യൂക്കോയിൽ എടുത്തിടും, എവിടെയെങ്കിലും ഞാൻ പബ്ലിഷ് ചെയ്യും, ഇൻസ്റ്റാഗ്രാമിലെങ്കിലും ഞാൻ പബ്ലിഷ് ചെയ്യും. ഞാൻ അന്ന് പബ്ലിഷ് ചെയ്ത് 4 തവണ ജാക്കറ്റ്, ടാറ്റയുടെ ജാക്കറ്റ് ഇട്ട് നിൽക്കണ, റേസ് സൂട്ട് ഇട്ട് നിൽക്കണ സാധനം. റേസ് സൂട്ടൊക്കെ അവര് എന്റെ സൈസിൽ തയ്ച്ചു തന്നാ കേട്ടോ. റേസ് സൂട്ട് സാധാരണ റെന്റിന് എടുക്കുക ചെയ്യുക, അല്ലെങ്കിൽ വാങ്ങിക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപ കണ്ട് റേസ് സൂട്ടിന് വില ഉണ്ട്. അപ്പം പുള്ളി എന്നോട് വിളിച്ചു പറഞ്ഞു നിന്റെ സൈസ് എന്നെ ഒരു ചാർട്ട് തന്നു. ആ ചാർട്ട് വെച്ചിട്ട് സൈസ് എടുത്ത് അയക്കാൻ പറഞ്ഞു. ഞാൻ ടൈലർ എടുത്ത് പോയി പുള്ളി സൈസ് എടുത്ത് ഞാൻ അയച്ചു കൊടുത്തു. അവർ എൻ്റെ സ്പെസിഫിക്കേഷനിൽ ഒരു സൂട്ട് തയ്ച്ചു. സാധാരണ വാടകയ്ക്ക് എടുക്കുന്ന സൂട്ടൊന്നും ചിലപ്പോൾ എനിക്ക് പാകാവുണ്ടാവില്ല. ഞാനൊരു മിസ്പ്രൊപ്പോർഷനേറ്റ് ബോഡി ഉണ്ട്. അതായത് പ്രീ കട്ട് അവരെനിക്ക് കാണിച്ചു തന്നു. ഷെറൻ ഒരു സ്ക്രീനിൽ പ്ലേ ചെയ്തിട്ട് ഫുള്ളി ഫോൺ മുമ്പിൽ വെച്ച് ഞാനും വൈഫും വണ്ടിയിൽ ഭക്ഷണം കഴിച്ച് പെട്രോൾ ബങ്കിൽ നിന്ന് പെട്രോൾ അടിച്ച് പുറത്തിറങ്ങുമ്പോൾ ഞങ്ങളത് കണ്ടു. വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ വേറെ ഭയങ്കര ഗൂസ് ബംസ് വന്നു. എനിക്ക് വൈഫ് തന്നെ പറഞ്ഞു അയ്യോ ഇതെന്താണെന്നൊക്കെ ചോദിച്ചു. പിന്നെ കുറേ ഒരു 10-15 ദിവസം കഴിഞ്ഞാണ് പിന്നെ വീഡിയോ ഫസ്റ്റ് ടീസർ ഇറങ്ങുന്നത്. ടീസർ ഇറങ്ങണ അവർ പറഞ്ഞില്ല. ടീസർ ഇറങ്ങിയപ്പോൾ എൻ്റെ ഓഡിയോ, ടീസറിൽ എൻ്റെ ഓഡിയോ. അപ്പം ഞാൻ പിന്നെയും ഭയങ്കര രസമായി. പിന്നെ 1-ാം തീയതി ടീസർ കഴിഞ്ഞ് 2ാമത്തെ ദിവസമാണ് ഇറങ്ങണത്. ഇത് 1-ാം തീയതിക്ക് വണ്ടി കാത്തുനിന്നു. 1-ാം തീയതി വൈകുന്നേരം പിന്നെയും വന്നു. പിന്നെ അതങ്ങ് കയറി കത്താൻ തുടങ്ങി. പിന്നെ ആ വീഡിയോ അവർ പ്രൊമോട്ട് ചെയ്തിട്ടോ എന്തോ വീഡിയോ അങ്ങ് കയറി വൈറലായി തുടങ്ങി. 3-ാം തീയതി വണ്ടിയുടെ ലോഞ്ചിന് അവർ വിളിച്ചായിരുന്നു. ലോഞ്ചിന് വിളിച്ചപ്പം ആദ്യം ടാറ്റയുടെ സെയിൽസിലെ ഹെഡ്, അന്ന് ഈവിയുടെ ഹെഡ് ഒരാളുണ്ടായിരുന്നു, അയാൾ എന്നെ വിളിച്ച് ഉള്ളിൽ കയറ്റിയിരുത്തി. ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അപ്പോൾ ഇവിടെ കാർഡ് തരും അവർ. ആ രജിസ്ട്രേഷൻ ഡെസ്കിലേക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഐ എം ഇൻവൈറ്റഡ് ഫോർ ദിസ് വന്നു. അപ്പം എന്നോട് എൻ്റെ പേര് ചോദിച്ചു. ആ ലിസ്റ്റിൽ നോക്കിയപ്പോൾ എൻ്റെ പേരില്ല. അപ്പോൾ ഞാൻ 500 ചടച്ച്. പക്ഷെ ഈ സമയം കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു പരിപാടിക്ക് അവരെന്നെ ബുക്ക് ചെയ്ത ടാക്സി എൻ്റെ വീട്ടിൽ നിന്ന് വന്ന് പിക്ക് ചെയ്യണോ, എയർപോർട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണോ, അവിടുന്ന് ഹോട്ടലിൽ പോകണം, ഹോട്ടലിൽ നിന്ന് വെന്യൂവിലേക്ക് പോകണം. അതൊക്കെ അതിനൊരു ഏജൻസി ഉണ്ടായിരുന്നു. ആ ടീമാണ് എന്നെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്തത്. പക്ഷേ ഇതിന് രജിസ്ട്രേഷൻ്റെ അവിടേക്ക് പോയപ്പം ജിയോ സെൻറ്ററിൽ പോകുമ്പോൾ ആ ലിസ്റ്റിൽ ഞാനില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇയാളെ വിളിച്ചു. ഇയാൾ വൈ ഡു യു വാണ്ട് ടു ഗോ ഫോർ ദാറ്റ് കം ഇൻസൈഡ് എന്ന് പറഞ്ഞ് പുള്ളി ഉള്ളിലേക്ക് വിളിച്ചു. അപ്പോഴത്തേക്ക് വേറെ ആരോ പറഞ്ഞ് മീഡിയ ടീം പറഞ്ഞിട്ട് മാതൃഭൂമിയുടെ സെന്തിലുണ്ടായിരുന്നു. സെന്തിൽ പറഞ്ഞു എന്നെ ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ അവർ കാർഡ് തന്നു. പിന്നെ ഉള്ളിലേക്ക് വിളിച്ച് മീഡിയ ടീമിൻ്റെ കൂടെ ഇരുത്തി അവരെ വലിയ സ്ക്രീനിൽ സാധനം കാണുന്നു. എന്താണ് ഹനുമാൻ കൈൻഡിൻ്റെ ഓഡിയോ ചെയ്ത പുള്ളി ആരാണ്? കിങ് കൽമിയാണ് ആ വീഡിയോയുടെ ഓഡിയോ ചെയ്തിട്ടുള്ളത്. ഹനുമാൻ കൈൻഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത കിങ് കൽമിയുടെ ഓഡിയോ ആണ്. അപ്പോൾ അതൊക്കെ എഴുതി കാണിച്ചപ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര ഇന്ന ടീമിന്റെ കൂടെ ഉള്ള ഷൂട്ടിൽ ഞാൻ കയറിയല്ലോ. ഫാമിലിയുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? കാരണം ഓൾറെഡി ഷൂട്ടിംഗ് സമയത്ത് അവരുണ്ടായിരുന്നു, വൈഫ് ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് സമയത്ത് ഇപ്പോൾ അവർക്കത് കാണുമ്പോൾ
വൈഫ് ഇങ്ങനെ വന്ന് കണ്ടു, അവള് ഓക്കെ പറഞ്ഞു. അവള് മറ്റേ ഈ സൂട്ടിലിട്ട് കാണുമ്പോൾ അവർക്കൊരു രസമായിരുന്നല്ലോ, അത് കണ്ടു. കാരണം ഡെയിലി രാവിലെ അവരൊക്കെ എണീക്കുന്നതിന് മുമ്പ് ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങും. രാവിലെ 4 മണിക്ക് എല്ലാ ദിവസവും ഷൂട്ട്. കാരണം പബ്ലിക് ആ സ്ഥലത്ത് കയറുന്നതിന് മുമ്പ് നമ്മൾ കയറണം. നടന്ന ആൾക്കാർ കയറുന്നതിന് മുമ്പ് ഷൂട്ടും കാര്യങ്ങളും തീർക്കണം. ഡെയിലി 4 മണിക്ക് ഞാൻ സൂട്ടൊക്കെ ഇട്ട് ഇറങ്ങിപ്പോവും. അവർ കാണില്ല. 9 മണിയാകുമ്പോൾ സൂട്ടൊക്കെ ഊരിയിട്ട് വേറെ ഡ്രസ്സൊക്കെ മാറിയിട്ട് തിരിച്ച് കയറി വരിക. ഫാമിലി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫാമിലിയുടെ മൊമെന്റ് അത് തന്നെയാണ്. പിന്നെ ഉമ്മ അങ്ങനെ ഉമ്മക്ക് അയച്ചു കൊടുക്കും ഡീറ്റെയിൽസ് ഒക്കെ. ഉമ്മ അതായത് പൊതുവേ സമ്മതിക്കൊന്നുമില്ല, പക്ഷെ ഉമ്മ ഒടിഞ്ഞിരുന്ന എൻ്റെ കാര്യങ്ങൾ അഡ്മയർ ചെയ്യുന്ന ആളാണ്. ഉമ്മ ഭയങ്കര ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇഷ്ടമാണ്. ടോട്ടൽ എത്ര പേരുണ്ടായിരുന്നു ഇപ്പം ഡ്രൈവിംഗ് ടീമിൽ തന്നെ? എത്ര പേരുണ്ടായിരുന്നു ഡ്രൈവിംഗ് ടീമിൽ? ഡ്രൈവറായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡ്രൈവറായിട്ട് ഞാൻ മാത്രമാണ്. പക്ഷെ എൻ്റെ ടീം എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതിൽ എൻ്റെ ടീമിൽ നിന്ന്, അതായത് ടീം കൊളോസസ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട് എനിക്ക്. അതായത് എൻ്റെ വണ്ടിയുടെ പേരാണ് കൊളോസസ്. അതൊക്കെ എൻ്റെ ശ്രീരാഗ്, എൻ്റെ ഫോട്ടോഗ്രാഫർ, അവനാണ് ആ പേരിട്ടത്. അങ്ങനെ അത് കാലങ്ങളായിട്ട് ഞങ്ങൾ കൊണ്ടു കിടക്കണം. രാജീവനാണ് ഇപ്പൊ അതിനെ പോളിഷ് ചെയ്ത് ബാഡ്ജൊക്കെ അതിന്റെ 3D പേരൊക്കെ എഴുതി വണ്ടിയുടെ മുമ്പിൽ ഒട്ടിച്ച്. ഇപ്പൊ ടീം ക്ലോസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഉണ്ട്. അന്ന് ഫ്രീ ആയിട്ടുള്ള പിള്ളേർ 4-5 പേര്, ബാക്കി കുറെ പേര് ജോലിക്ക് പോയി. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അപ്പം 4 പേരെ ഞാൻ വിളിച്ചു, എനിക്കൊരു 4 പേരെങ്കിലും വേണം. അപ്പൊ എന്റെ അക്കാഡമിയിൽ എന്റെ പാർട്ട്ണർ മുബഷിറിന്റെ ക്ലോസ് ഫ്രണ്ട് നിയാസ്, പിന്നെ എന്റെ ടീം മാനേജർ വിശ്വജിത്ത് ഉണ്ട്, പിന്നെ എന്റെ ബ്രദറിനിലോ, അവനാണ് തുടങ്ങിയ കാലം മുതൽ എന്റെ കൂടെ ഉള്ളത്, നബിൽ, അവനുണ്ട്. അത് കൂടെ വന്നത്. അല്ലാതെ വേറൊരു ബ്രദറിനും കൂടി ഉണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന റിയാസ് ഉണ്ട്. റിയാസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ 4-5 പേരാണ് അന്ന് ക്രൂ ആയിട്ട് പോയത്. അതിൽ ഇവരായിരുന്നു എന്റെ പുറത്തുനിന്നുള്ള സപ്പോർട്ട്. കാരണം ഉള്ളിലിരുന്ന് പല സാധനം ബ്ലൈൻഡ് ആയിരിക്കുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് കോള് തരുന്നത് അവരാ. ഇന്ന സ്ഥലത്ത് ഇന്നടത്ത്. കാരണം നമ്മളൊന്നും കാണില്ല. അങ്ങനെ കുത്തനെങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകാശം അല്ലാതെ ഒരു സാധനം അവിടെ കാണാനില്ല. ഇപ്പം റോഡിൽ ഓടിക്കുന്ന ഒരു കാറ്, EV കാറ്, അതിപ്പം നമ്മള് ഫസ്റ്റ് ടൈം ആണ് ഇപ്പൊ 7 ദിവസം ഷൂട്ടിങ് പറയണെങ്കിൽ എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു അത് സ്ഥലത്തില്? റോഡിൽ ഓടിക്കുന്ന EV കാർ ചലഞ്ചിങ് ആക്കിയോന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് തലേന്ന് രാത്രി ഇവർ വന്നിട്ട് വണ്ടി തരുന്നത്, മീഡിയ ടീം വന്ന് വണ്ടി തരുന്നത്, നിങ്ങൾ വലിയ ഓഫ് റോഡാണെന്ന് ഞങ്ങൾക്ക് അറിയാം, പക്ഷേ ഈ വണ്ടിയായിട്ട് ഒരു പ്രതീക്ഷയും വേണ്ട കേട്ടോ, ഇതൊരു ഹോണ്ട സിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അതെന്താണെന്ന് ചോദിച്ചു. അതായത് ഒരു EV ആണ്, ഓൾ വീൽ ഡ്രൈവ് ആണെന്നുള്ള പേരെന്നെ ഉള്ളൂ, ഭാരക പവറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അവരെന്നെ മെന്റലി ഡൗൺ ആക്കിയിട്ടാണ് ഈ വണ്ടി എനിക്ക് തരുന്നത്. വെറുതെ ഒന്നുമില്ല, ഞാനതുകൊണ്ട് ഒരു പരിധി വിട്ട് സ്റ്റണ്ട് കാണിക്കാതിരിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഇടുത്ത വഴിക്കെന്നെ കൊണ്ടേ അലക്കാണ്ടിരിക്കാനായിരിക്കാം. അവർ പറയണത് നമുക്ക് 3 വണ്ടിയാണ് ആകെ ഉള്ളത്, ഈ വണ്ടി നശിപ്പിക്കാതെ വേണം ഷൂട്ട് ചെയ്യാൻ. നമ്മളൊക്കെ ഇങ്ങനെ ഇത്രയും വലിയൊരു ക്രൂ ഇതിന്റെ പുറകെ ഉണ്ട്. പക്ഷെ അവര് ഈ കാര്യങ്ങളൊന്നും പറയണില്ല. അവർ പറഞ്ഞു ഭയങ്കര എക്സ്പെക്ടേഷൻ ഒന്നും ഈ വണ്ടിയുടെ പുറത്ത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അവർക്കും ഈ വണ്ടി കിട്ടിയിട്ട് അവരങ്ങനെ ഓടിച്ച് നോക്കിയിട്ടില്ല. അവർക്ക് ഇതിന്റെ മോഡുകളൊന്നും സെലക്ട് ചെയ്യാൻ ഒരാളും പറഞ്ഞു കൊടുത്തിട്ടില്ല. അവർ ഓടിച്ചപ്പോൾ അവർ സാധാരണ ഒരു EV ഓടിക്കുന്ന ഫീലേ അവർക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലും അടി തട്ടിയിട്ടുണ്ടാവും. അവർ ഓഫ് റോഡറാന്ന് പ്രതീക്ഷിച്ച് ഓടിച്ചിട്ട് അടി തട്ടിയിട്ടുണ്ടാവാം. തലേന്ന് രാത്രി തന്നെ ഇവർ വന്നിട്ട് അത് കയറ്റി നോക്കിയിട്ടുണ്ട് കുറച്ച് ഭാഗം, ആദ്യത്തെ ഇനീഷ്യൽ പാട്ട്. അപ്പൊ അവിടെ അടി തട്ടിയിട്ട് അയക്കാൻ അവർ തിരിച്ചു വന്നിട്ടുണ്ടാവാം. രാവിലെ 4 മണിക്ക് വണ്ടി കൂടെ വന്നിട്ട് പറഞ്ഞു, ഫഹദ് തന്നെ എടുത്തോ, 3 വണ്ടിയുണ്ട്, 3 വണ്ടിയും കൊണ്ടുപോകണം. 2 വണ്ടി, ഒരു വണ്ടി ട്രക്കിനകത്താണ്, 3 വണ്ടി ഉണ്ട്, ഒരു വണ്ടി ട്രക്കിനകത്തും ബാക്കി 2 വണ്ടി പുറത്തുവാ. ഷൂട്ട് 3 വണ്ടി ഉണ്ടാവും. സൗത്ത് ഇന്ത്യയിൽ ഷൂട്ട് ചെയ്ത, നോർത്തിൽ അല്ലാത്ത ബാക്കി സൗത്ത് ഇന്ത്യയിൽ ഷൂട്ട് ചെയ്ത് മുഴുവൻ ഞാൻ ഓടിച്ചതാണ്. അതിൽ ആ വീഡിയോയിൽ വന്നത് ഫസ്റ്റ് ഓബ്സ്റ്റക്കിൾ പറയണ്ടല്ലോ, മൈൻ ഫീൽഡ് എന്ന് പറയുന്ന സാധനം. അതിൽ ഉരുളൻ കല്ലുകളാണ് കുറെ. ആ ഉരുളൻ കല്ലിന്റെ മുകളിൽ കൂടെ പോകണം എന്നാണ് പ്ലാൻ. അപ്പൊ അപ്പോഴത്തേക്കും എയർ കുറയ്ക്കാന്ന് പറഞ്ഞു. അങ്ങനെ എയർ കുറച്ച് തന്നു അവരെന്നെ. മീഡിയ ടീമിൽ തന്നെ കുറച്ച് വണ്ടീനെ കുറിച്ച് അറിയണ ശരൺ ഉണ്ടായിരുന്നു. ശരണും ടീമും വണ്ടിയുടെ എയർ ഒക്കെ കുറച്ച് തന്നു. എന്നിട്ട് പറഞ്ഞു ഓടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓടിക്കാൻ ഫസ്റ്റ് ഓബ്സ്റ്റക്കിളിൽ അങ്ങ് ചെന്നപ്പോൾ പിന്നെ വണ്ടി നീങ്ങുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇത് എങ്ങനെ കയറുന്നില്ലല്ലോ എന്താന്ന് ചോദിച്ചു. അപ്പോൾ ടാറ്റയുടെ ആൾക്കാർ അപ്പോൾ കൂടെ ഉണ്ട്, ടാറ്റയുടെ ടെക്നീഷ്യൻസ് അപ്പം കൂടെ ഉണ്ടാവും. അപ്പോൾ അതിലൊരു ലേഡി ഉണ്ട്. ആ ലേഡി ഒന്ന് പറഞ്ഞു, സാർ ഇതിനകത്ത് കുറച്ച് മോഡുണ്ട്, ആ മോഡൊന്ന് ശ്രമിക്കാൻ. അവരെന്തോ മറ്റേ സോഫ്റ്റ്വെയർ ഒക്കെ തീരുമാനിക്കുന്ന ഭയങ്കര പുലിയാണ് ആ സ്ത്രീ. അവരാണ് സോഫ്റ്റ്വെയറിലെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അത് ഈ ഒരു 5-6 ആണുങ്ങളുണ്ട്, ഇവരെ കൊണ്ടാണ് അവർ ചെയ്യിക്കുന്നത്. അവർ തീരുമാനിക്കും ഇന്ന സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞ് ഇവർ ചെയ്യും. മോഡ് മാറ്റിയിടാൻ പറഞ്ഞു. മോഡ് മാറ്റിയിട്ട് വെറുതെ ത്രോട്ടിൽ കൊടുത്ത് വണ്ടി അതിൻ്റെ മുകളിൽ കൂടെ പോകാൻ തുടങ്ങി. അത് നല്ല രസത്തിൽ അത് കവർ ചെയ്തു. അപ്പോഴത്തേക്കും വണ്ടിയുടെ അഡാസ് ഫംഗ്ഷൻസ് എല്ലാം ഡിസേബിൾ ചെയ്യാൻ പറഞ്ഞു. അതും അവർ ചെയ്തു തന്നു. അങ്ങനെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഡിസേബിൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും വേറൊരു എറർ കാണിക്കും. ആ പുള്ളിക്കാരി അത് ക്ലിയർ ചെയ്യും. എന്നിട്ട് പറയും ഇന്ന സാധനത്തിൽ വരുന്നതാണ്, ഇന്നതിനോട് അസോസിയേറ്റഡ് ആണ് ഇത്. അപ്പോൾ ഓരോ ഫംഗ്ഷനും ഓരോന്നിനും അസോസിയേറ്റഡ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് പുള്ളിക്കാരിക്ക്. അപ്പോൾ അത് ഫുൾ ടൈം ഞാൻ കയറി ഇരിക്കാത്ത സമയത്ത് ഫുള്ള് ഇവർ ഇതുമെന്ന് പണിയെടുക്കുക. കാരണം ഓരോ ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഓരോ ഓബ്സ്റ്റക്കിൾ ഇത്ര സ്പീഡിൽ പോകുമ്പോഴാണ് ഇന്ന സാധനം വർക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര സ്പീഡിൽ പോകുമ്പോൾ വർക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ, കുറെ ഇൻപുട്ടുകൾ ഉണ്ടാവും ECUവിന്. അതൊക്കെ അവർക്ക് മാറ്റാൻ നല്ല പണിയാണ്. കാരണം ഒന്നിൽ തൊട്ടാൽ ബാക്കി എല്ലാത്തിലും തൊടേണ്ടി വരും. അങ്ങനെ അവരങ്ങനെ കോൺഫിഗർ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവര് പാവങ്ങൾ രാത്രി 12 മണി വരെ ആ വണ്ടിയിൽ നിന്ന് പണിതുകൊണ്ടേയിരിക്കുക. അവർക്കിങ്ങനെ ഇൻപുട്ടുകൾ എടുക്കണം, അതിന്റെ റീഡിങ്സ് എടുക്കണം. അങ്ങനെ അവർ പറഞ്ഞത് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ക്യാമറ വർക്ക് ചെയ്യണ്ട. അപ്പോൾ ക്യാമറ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെന്തൊരു ഇൻപുട്ട് ചെയ്യണം, അപ്പോഴാണ് ക്യാമറ വർക്ക് ചെയ്യും. അപ്പോൾ അവർ അത് ക്ലിയർ ചെയ്യും.
പിന്നെ 360 ക്യാമറ വയ്ക്കും, പിന്നെ ആ അടിയിൽ ക്ലിയർ ഷാസി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതും വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ഓരോന്നും ഓരോ, അപ്പൊ ഇവർ ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെ ആയിരുന്നു ഇതൊക്കെ ഓരോന്ന് വർക്ക് ചെയ്യാതിരുന്നത്. ശരിക്കും പറഞ്ഞ വണ്ടി റോട്ടിൽ ഓടുന്ന കോലത്തിലാണെങ്കിൽ എല്ലാ സാധനവും വർക്ക് ചെയ്യണം. അപ്പൊ ഇവരിങ്ങനെ ഓരോ സാധനം ഡിസേബിൾ ചെയ്യുമ്പോൾ അതിനോട് അസോസിയേറ്റഡ് ആയിട്ടാണ് മറ്റേ സാധനം വരിക. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യേണ്ടത്. പക്ഷെ അതൊക്കെ അവർ ചെയ്തു തന്നു, എനിക്ക് വേണ്ട രീതിയിൽ പുള്ളിക്കാരി ആക്കി തന്നു വണ്ടീനെ. എന്നിട്ട് രണ്ടാമത്തെ ഒബ്സ്റ്റക്കിൾ കയറി, അത് കഴിഞ്ഞാൽ തേർഡ് ഒബ്സ്റ്റക്കിളിലേക്ക് പോകണം. തേർഡ് ഒബ്സ്റ്റക്കിളിലേക്ക് അന്ന് ഞങ്ങൾ നടന്ന് കണ്ടുള്ളൂ, വണ്ടി ഓടിച്ചിട്ടില്ല. സെക്കൻഡ് ഡേ ആണ് ഞങ്ങൾ. അല്ല, അതൊക്കെ ലാസ്റ്റ് അതിന് വേണ്ടി ഷൂട്ട് ചെയ്തത്. ആദ്യത്തെ ദിവസമൊക്കെ നമ്മൾ നോർമൽ നമ്മുടെ ഡ്രസ്സിൽ തന്നെ പോയിട്ടാണ് നടന്ന് കയറി ഫുൾ കാണുന്നത്. ഷൂട്ടിൽ അവരെന്നോട് ചോദിച്ചു, അവരെന്നോട് പറഞ്ഞു ഇനി നിങ്ങളുടെ കുറച്ച് ഷൂട്ട് വേണം. അപ്പോൾ ഞാൻ അതുവരെ എൻ്റെ ഷൂട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നോർമലി എൻ്റെ ട്രാക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്ന ഒരു ലൈൻ ഉണ്ട്. ഞാൻ ആ ലൈനിൽ ഞാൻ ഇങ്ങനെ ട്രാക്കിലും എൻ്റെ വീല് റൈറ്റ് വീൽ ഇവിടെ വേണം, ലെഫ്റ്റ് വീൽ ഇവിടെ വേണം എന്ന് എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ ആലോചിച്ച് നടന്നു പോകും. എന്നിട്ടാണ് ഞാൻ ട്രാക്കിൽ കോമ്പറ്റീഷൻ ഓടിക്കുള്ളൂ. അപ്പോൾ എല്ലാ ട്രാക്കും ഞാൻ നടന്ന് കാണും. ഞാൻ എൻ്റെ തലയിൽ ആദ്യം എഴുതി വെക്കും ഇന്ന ലൈനിലാണ് എൻ്റെ വണ്ടി പോകാന്ന്. അപ്പം അവർ ആദ്യം പറഞ്ഞു തന്ന ലൈൻ ഉണ്ട്, ആ ലൈനിൽ കൂടെ തന്നെ വേണം. പക്ഷെ ആ ലൈനിൽ എവിടെ റൈറ്റ് വീല് വരണം, എവിടെ ലെഫ്റ്റ് വീല് വരണം എന്ന് ഞാൻ നേരത്തെ നോക്കി വെക്കും. ഞാൻ അത് നടക്കണ പോലെ അങ്ങ് നടന്നു. ആ പുള്ളി വളരെ കൂളായിട്ട് എൻ്റെ പിന്നാലെ ക്യാമറ വെച്ച് നടന്നു വന്നു മുകളിലേക്ക്. അങ്ങനെയാണ് ആ സാധനം വന്നത്. എനിക്കൊന്ന് വീഡിയോ തന്നെ പറയുന്നുണ്ട്, ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാനുള്ള ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. കഷ്ടിച്ച് നടന്നു പോകാനല്ല, കുത്തനെ ഒരു പാറയാണ്. കുത്തനെ പാറയിൽ ആ സൈഡിൽ കുറച്ച് എരിവ് കുറവുണ്ട്, ഈ സൈഡിൽ നല്ല കട്ടിയാ. ഈ സൈഡിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ലൈൻ കറക്റ്റ് ഒരു ചാല് പോലൊരു ഭാഗമുണ്ട്, അതിൽ കൂടെ തന്നെ നടന്നു പോകുന്ന ആൾക്കാർ. ആ ചാലായിരുന്നു എനിക്കുള്ള ചതി. അതായത് ആ ചാലിൽ വീല് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി മറ്റേ സൈഡ് ഇങ്ങനെ പൊങ്ങണം. അപ്പൊ ആ ചാലിൽ തന്നെ 2 തവണ ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കേണ്ടി വരുന്നുണ്ട്. അതായിരുന്നു അതിലെ ചലഞ്ച് എന്ന് പറയാൻ ആകെ അത് മാത്രമേ ഉണ്ടെന്നുള്ളൂ. പക്ഷെ അതൊക്കെ ഈ വണ്ടിയുടെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ കൊണ്ട് വണ്ടി അടിപൊളിയാണ്. ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഉള്ള ഒരു സംശയം, കമന്റ് ബോക്സിൽ വന്ന ശേഷം ഞങ്ങൾ വണ്ടി മുകളിലെത്തി സ്റ്റോപ്പ് ചെയ്യുന്നത് കണ്ടു, അതിനുശേഷം വണ്ടി എങ്ങനെ? ഏറ്റവും ആദ്യം മോളിൽ പോയിട്ട് ഞാൻ ചോദിച്ചപ്പം മുബഷിറാണ് എൻ്റെ കൂടെ ഉണ്ടാവുക. മുബഷിറിനോട് ഞാൻ ചോദിക്കാം, മുബഷിർ നിനക്ക് എങ്ങനെ ഇഷ്ടം വെച്ച് ഇറക്കിക്കാന്ന്. അപ്പം റിവേഴ്സ് ഇറക്കട്ടെ എന്ന് വെച്ചാൽ റിവേഴ്സ് ഇറക്കിക്കുമെന്ന് പറഞ്ഞു. റിവേഴ്സ് ഇറക്കി. അതിലുള്ള ഒരു സ്പെസിഫിക് പോയിന്റിൽ വണ്ടി കുറച്ചും കൂടി സ്റ്റീപ്പായി വരുന്ന ഒരു ഭാഗമുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പുറത്തൊരു കല്ലുണ്ട്, കുറച്ചും കൂടി ലെഫ്റ്റ് പിടിച്ച് പോയി കഴിഞ്ഞാൽ അടി തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇങ്ങോട്ട് പിടിച്ച് അതിനെ ഡയഗണൽ ആയിട്ട് എടുക്കുന്നത്. എപ്പോഴും വണ്ടീനെ ഒബ്സ്റ്റക്കിൾസ് ഒഴിവാക്കാനുള്ള ഒരു കളിയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിൽ ചെറിയ സൂപ്പർ കാറുകളൊക്കെ ഹമ്പ് ഒഴിവാക്കാൻ വേണ്ടി ഡയഗണൽ ആയിട്ട് ഹമ്പിന്റെ മുകളിൽ കൂടെ അല്ലേ, ഡയഗണൽ വീലുകൾ ഹമ്പിന്റെ മുകളിൽ കയറ്റി കഴിഞ്ഞാൽ വണ്ടിക്ക് ക്ലിയറൻസ് കൂടി അങ്ങനെ ഇറങ്ങിപ്പോകും. അങ്ങനെയാണ് അത് ക്ലിയർ ചെയ്യേണ്ടത്. ആ ഒബ്സ്റ്റക്കിൾ ക്ലിയർ ചെയ്യാൻ അവിടെ പോയിട്ട് ഇങ്ങനെ ഡയഗണൽ എടുക്കണം. അപ്പോൾ വീലൊന്ന് എയറിൽ പോകും. ആ സ്പെസിഫിക് സാധനത്തിൽ റിവേഴ്സ് എടുത്തപ്പോൾ ചെരിച്ച റിവേഴ്സ് എടുക്കണം. അവിടുന്ന് വണ്ടി ഫുപ്പ് എന്ന് പറഞ്ഞാൽ അധികം ഇറങ്ങി, ഒരു ഗ്രിപ്പും ഇല്ലാതെ. അപ്പം മാത്രം ഒന്ന് പേടിച്ചു. അപ്പോൾ മാത്രം ഒന്ന് കാളിപ്പോയി. പിന്നെ നോർമൽ വണ്ടി ഗ്രിപ്പ് ചെയ്ത് നിന്നു. പിന്നെ താഴത്തേക്ക് കൂളായിട്ട് ഇറക്കി. പിന്നെ അടുത്ത തവണ മുതൽ ഞങ്ങൾ ഒരു 10-20 തവണ കയറ്റി ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മുകളിൽ പോയി തിരിക്കും, താഴ്ത്തിറക്കും. മുകളിലും തിരിക്കുമ്പോൾ എന്താ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ ഇവരുടെ കോള് കേട്ട് ഞാൻ തിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി തിരിക്കണം. അവസാനമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയി തിരിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ അവരുടെ കോള് കേട്ടാണ് മുഴുവൻ ഞാൻ തിരിച്ചിട്ടുള്ളൂ. ഒറ്റയ്ക്ക് പോയി തിരിക്കുമ്പോൾ നമുക്ക് ഒന്നും കാണൂല. അപ്പോൾ ക്യാമറനെ വിശ്വസിക്കുക, പിന്നെ നമ്മുടെ ബ്രേക്കിനെ വിശ്വസിക്കുക. ഒരു ഇഞ്ചൊക്കെ അങ്ങോട്ടൊക്കെ പാളിപ്പോയി ചിലപ്പോൾ ഇറക്കത്തിലേക്ക് പോകും. അങ്ങനെ ടോപ്പിൽ ഒരുപാട് സ്ഥലമൊന്നുമില്ല. അതിൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ തിരിക്കുമ്പോൾ നമുക്ക് ക്യാമറയിൽ കണ്ണ് ഫുള്ള് ആകാശം തന്നെയാണ് ചുറ്റും. അതാണ് ഒരു ശരിക്കും ഡോക്ടർ ഫഹദിന്റെ ഒരു ഡ്രീം എന്തെങ്കിലും ഉണ്ടോ, ഒരു പ്രൊജക്ട്? വണ്ടി ഉണ്ടാക്കണം എന്നുണ്ട്. അതായത് എനിക്കിങ്ങനെ ഏറ്റവും ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ പുറത്തുള്ള ഇവന്റുകൾ മലേഷ്യൻ RFC ഭയങ്കര ഒരു കോമ്പീറ്റന്റ് ഇവന്റ് ആയിട്ട് ഓടുകയാണ്. ഇന്ത്യൻ RFC അത്ര ടഫ് അല്ലെങ്കിലും അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ വണ്ടികളും കൊണ്ട് അവിടെ പോയാൽ മത്സരിച്ച് ജയിക്കാൻ പറ്റില്ല. അവർ ഭയങ്കര പവർഫുൾ വണ്ടികൾ. നമ്മളിവിടെ കുഞ്ഞ് 4 സിലിണ്ടർ എഞ്ചിൻ ഉപയോഗിക്കുമ്പോൾ അവർ 6 സിലിണ്ടറും V8 ഒക്കെ വെച്ചാണ് അവർ ഓടിക്കുന്നത്. അപ്പോൾ അവരോട് നമ്മുടെ വണ്ടികൾ വെച്ച് പിടിക്കാൻ കഴിയില്ല. നമ്മുടെ മാക്സിമം ടയർ സൈസ് വരെ 35 ഇഞ്ചാണ്. അവർ 40 ഇഞ്ചിന്റെ മുകളിലേക്ക് അവരെ കളിയുള്ളൂ. 40 ഇഞ്ച് ടയർ വെച്ച് ഓടിക്കാന്ന് പറഞ്ഞാൽ ഏത് കല്ലും ഏത് ചെളിയും അതിന്റെ മുകളിൽ കൂടെ ഫ്ലാറ്റ് ഔട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ അങ്ങനത്തെ വണ്ടികളാണ് അവർ ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അവരോട് കോമ്പീറ്റ് ചെയ്യാൻ ഒരു വണ്ടി ഇവിടെ ഉണ്ടാക്കി കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് എന്നെ ആരും സപ്പോർട്ട് ചെയ്യണില്ല. ഇവിടെ സാധനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അവരോട് കോമ്പീറ്റ് ചെയ്യാൻ ഒരു വണ്ടി ഇവിടെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അത്രയും വണ്ടികൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. എഞ്ചിൻ സോഴ്സ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇന്ത്യയിൽ അതേ സാധനം സോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അവർ ഉപയോഗിക്കുന്ന പോർട്ടൽ ആക്സിൽസ്, വോൾവോയുടെ പോർട്ടൽ ആക്സിൽസ് ഉപയോഗിക്കേണ്ടിരുന്നവർ, അത് ഇന്ത്യയിൽ ഒരാളോട് പറഞ്ഞിട്ട് ഇവിടെ ഒരാൾ അത് വരുത്തിയത് 28 ലക്ഷം രൂപയ്ക്ക്. 2 ആക്സിലിന്റെ വില, 2 ഫ്രണ്ടും ബാക്കും ഡിഫറൻഷ്യലിന്റെ വില 28 ലക്ഷം രൂപ. നമ്മൾ 40 ലക്ഷം രൂപ ഇങ്ങോട്ട് വണ്ടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 2 ആക്സിലിൽ മാത്രം അത്ര വില കൊടുക്കാന്ന് പറയുമ്പോൾ അങ്ങനെ. എന്നിട്ട് ഇപ്പോൾ വോൾവോ പോർട്ടൽസ് വന്നിട്ട് കുറെ പേരുണ്ട്. ഇപ്പൊ മഹീന്ദ്ര ഒരു വണ്ടി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുറെ പേര് അങ്ങനെ വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് പോർട്ടൽസ് ഒക്കെ വെച്ചിട്ട്. പിന്നെ ഈ പഞ്ചാബി ഞങ്ങൾ വണ്ടി ഉണ്ടാക്കിയ ആൾ അമേരിക്കൻ ഒരു ബ്രാൻഡ് കറി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ കറി ആക്സിൽസ് എന്ന് പറയും. അതിനുണ്ട് അന്ന് 18 ലക്ഷം രൂപ, 12 ലക്ഷം രൂപ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ വണ്ടികളുണ്ട് ഇവിടെ. പക്ഷെ ആ വണ്ടികളൊക്കെ മലേഷ്യയിൽ പോയി കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ എഞ്ചിൻ നമ്മുടെ ഇന്ത്യൻ എഞ്ചിൻസ് തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കി എടുക്കണം എന്നൊരു ഡ്രീം ഉണ്ട്. അത് വെച്ച് മലേഷ്യയിൽ പോയി കോമ്പീറ്റ് ചെയ്യണമെന്നും എനിക്കൊരു ഡ്രീം ഉണ്ട്. ജയിക്കും.
ഞങ്ങൾ പോയി ഞങ്ങൾ ജയിച്ചിട്ടേ വരുള്ളൂ, അതാണ് സ്പിരിറ്റ്. അല്ലെങ്കിൽ പോകില്ല. ഓരോരുത്തർക്കും ഒരു ടൈം വരുന്നു പറയല്ലോ. ഇപ്പം നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് RFCയുടെ 2020 വിന്നറാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇതൊരു വണ്ടിപ്രാന്താണെന്ന് മനസ്സിലാകുന്നത്. ആൻഡ് ഈ ആഡ് റിലീസ് ആയതിനു ശേഷം ഒത്തിരി ആളുകൾ ഡോക്ടറെ അന്വേഷിക്കുന്നുണ്ട്, ഡോക്ടർ ആരാണ് എന്താണെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഒരു വണ്ടിപ്രാന്തൻ എന്ന നിലയിൽ ആഗ്രഹിച്ചൊരു മൊമെന്റ് ആയിരുന്നു ഇതുപോലത്തെ ഒരു ആഡ്? ഈ ആഡൊന്നും അല്ലായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ ഡ്രീം ആയിരുന്നു റെയിൻ ഫോറസ്റ്റ് ചലഞ്ച്. ഞാൻ ഓഫ് റോഡിങ് ആണ് എൻ്റെ പാഷൻ. അതായത് ഓഫ് റോഡ്, അതായത് എല്ലാ വണ്ടി, മോട്ടോർ സ്പോർട്ട് മുഴുവൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നത് ഒന്നല്ലെങ്കിൽ ഓട്ടോക്രോസ്, അല്ലെങ്കിൽ റാലി, അല്ലെങ്കിൽ പിന്നെ ഓഫ് റോഡിങ്. അപ്പം ഓഫ് റോഡിങ്ങിനോട് എനിക്ക് കൂടുതൽ താല്പര്യം വരാൻ കാരണം ഞാനൊരു ജീപ്പ് വാങ്ങി, ഒരു താറ് വാങ്ങിച്ചു. ആ താറും കൊണ്ട് കോമ്പറ്റീഷൻ ഇറങ്ങി തുടങ്ങി. അങ്ങനെ അതുകൊണ്ട് കുറേ അങ്ങ് തോറ്റു. അപ്പോൾ തോറ്റപ്പോൾ എനിക്ക് തോന്നി ഇതിനെ കുറിച്ച് പഠിക്കണം എന്ന്. അതായത് എനിക്ക് എങ്ങനെയും ജയിക്കണം എന്നൊരു ആഗ്രഹമായി. എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാവരും ആദ്യം കുറേ പേര് എന്നെ വന്ന് കളിയാക്കാൻ തുടങ്ങി. എനിക്കറിയാത്ത രീതിയിലുള്ള കളിയാക്കലും. അതായത് ഞാൻ വിചാരിക്കും അതൊരു അപ്രീസിയേഷൻ ആണെന്ന് വിചാരിക്കും, പക്ഷെ അതൊരു തൂക്കലായിരുന്നു. അങ്ങനെ പല കളിയാക്കലും വന്നു. അപ്പോൾ പിന്നെ അവസാനം ജയിക്കണം എന്നുള്ളൊരു വാശി വന്നു കുറേ കഴിഞ്ഞപ്പോൾ. ഒരു 4 വർഷം അടുപ്പിച്ച് തോറ്റുകൊണ്ടിരുന്നു. അങ്ങനെ 4 വർഷം കഴിഞ്ഞാണ് ഞാനിതിനെക്കുറിച്ച് പഠിക്കണത്. 4 വർഷം ആ താറന്നെ എനിക്ക് മാറ്റാതെ ഞാൻ ഇങ്ങനെ കൊണ്ടുകിടന്ന് പിന്നെ അവസാനം വിചാരിച്ച് കോമ്പറ്റീഷൻ നിർത്താമെന്ന് വിചാരിച്ച് കോമ്പറ്റീഷൻ നിർത്തി. 2018 ലാസ്റ്റിൽ ഞാൻ കോമ്പറ്റീഷൻ നിർത്തി, ഓടിക്കൽ നിർത്തി. എന്നിട്ട് റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് എന്ന് പറഞ്ഞ ഇവൻറ്റിൽ ഞാൻ കാണാൻ 2 തവണ KTM ജീപ്പേഴ്സ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ക്ലബിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി അവിടെ വെച്ച് ഒരു ഇവന്റ്, ഒരു അതായത് RFCയുടെ ഒരു ടാഗ്, ഒരു കോമ്പറ്റീറ്റർ ടാഗ് കഴുത്തിലിടുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്ന് ഞങ്ങളുടെ ക്ലബിന്റെ ഹെഡുമായിട്ട് സംസാരിച്ച് പുള്ളി പറഞ്ഞു, ഈ വർഷം നീ എൻ്റെ കൂടെ കോ ഡ്രൈവറായിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ RFCയുടെ കോ ഡ്രൈവറായിട്ട് ഇറങ്ങി. അതെനിക്ക് ഭയങ്കര ഒരു മോശം അവസ്ഥയായിരുന്നു. കാരണം കോ ഡ്രൈവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഭയങ്കരമായിട്ട് വേണം. അപ്പം ഫിസിക്കലി ഞാൻ അത്ര ഫിറ്റ് അല്ല, അത് എൻഡുറൻസ് ഇല്ല. കോ ഡ്രൈവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ കോ ഡ്രൈവർ ഒരുപാട് ഓടാനും പിഞ്ച് ചെയ്യാനും ഒക്കെ ഉണ്ടാവും. ഒരേ സ്റ്റേജിൽ തന്നെ 15 മിനിറ്റ് സ്റ്റേജ് ആണെങ്കിൽ ഒരു 10-12 മിനിറ്റ് കോ ഡ്രൈവർ വണ്ടിയുടെ പുറത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇരിക്കല്ല, പുറത്തിറങ്ങി പണിയെടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇനീഷ്യലി ഞാനൊരു 4-5 സ്റ്റേജിൽ ഞങ്ങൾ അത്യാവശ്യം പണിയെടുത്തു. എന്നിട്ടും എൻ്റെ സ്പീഡ് പോരാത്തത് കൊണ്ട് ഞങ്ങൾ 1-2 സ്റ്റേജിൽ DNF ആയി. വിഞ്ചിങ്ങിന് ഭയങ്കര ഫാസ്റ്റ് ആവണം. ഓടിപ്പോയി വിഞ്ച് മരത്തിൽ കൊളുത്ത്, എവിടെയാണോ ആങ്കറുള്ള അവിടെ പോയി കൊളുത്ത് വെക്കണം. അത് ഞാൻ സ്ലോ ആയിട്ട് ചെയ്യും, കാരണം ബ്രീത്ത് എടുക്കണമല്ലോ. അങ്ങനെ ചിലപ്പോൾ ചിലതിലൊക്കെ ബ്രീത്ത് ഇല്ലാണ്ടായി പോകും. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് 1-2 മിനിറ്റൊക്കെ ഇരുന്ന് ശ്വാസം വലിച്ചിട്ടൊക്കെയാണ് പിന്നെ തിരിച്ച് വണ്ടി കയറാം. ആ സാധനം NDTVയുടെ അന്ന് NDTVയുടെ ഒരു ഫീച്ചറിലും കയറി വന്നു. NDTVയുടെ 2018 RFC എന്നുള്ള ഫീച്ചറിൽ കോ ഡ്രൈവർ ഫിസിക്കലി ഫിറ്റ് ആവണം എന്നുള്ളൊരു ഫീച്ചർ NDTVയുടെ ചാനലിലും കയറി വന്നു. സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞ് ആ സ്റ്റേജ് കഴിഞ്ഞോടുകൂടി എന്നെ RFCന്ന് പുള്ളി പുറത്താക്കുകയാണ് ചെയ്തത്. എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ കൊണ്ട്, ഞാൻ ഫിറ്റ് അല്ല എന്ന് പറഞ്ഞു എൻ്റെ ഡ്രൈവറോട്. പുറത്തുനിന്ന് പുള്ളിയുടെ ഫ്രണ്ടാണ് പറഞ്ഞു, ഫഹദ് ഫിറ്റ് അല്ല, ഫഹദിനെ പറ്റുമോ നമുക്കെന്ന് ചോദിച്ചു. അങ്ങനെ എന്നെ അതിന്ന് ഇൻസ്റ്റന്റ് പുള്ളി ഒന്നും എന്നോട് ചോദിച്ചും കൂടിയില്ല. പുള്ളി പറഞ്ഞു നിന്നെ കൊണ്ട് കഴിയില്ല, നീ ഇറങ്ങിക്കോന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്നെ കൊണ്ട് എൻ്റെ തലയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ചെയ്യണ്ടായിരുന്നു. ഒരു കോ ഡ്രൈവിങ് എങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങൾ. പിന്നെ പലരും ഫിനിഷ് ചെയ്യാത്ത അതിൻ്റെ തലേന്നുള്ള ലാസ്റ്റ് സ്റ്റേജിൽ ആകെ അന്ന് 37 കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടായിരുന്നു. 37 കോമ്പറ്റേറ്റേഴ്സിൽ ഞങ്ങൾ 4 പേര് മാത്രം ഫിനിഷ് ചെയ്തൊരു സ്റ്റേജ് ഉണ്ട്. ആ 4 പേര് ഫിനിഷ് ചെയ്തതിൽ ഞാനും എൻ്റെ ഡ്രൈവറും ഒന്നാണ്. അതൊരു ടീമാണ്. 4 ടീം ഫിനിഷ് ചെയ്തതിൽ. കാരണം അന്ന് ഞങ്ങൾ എൻ്റെ തല ഉപയോഗിച്ചു, അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് വേണമായിരുന്നു. ഞങ്ങൾ ഭയങ്കര വിഷമിച്ച് പോന്നു. അങ്ങനെ കോമ്പറ്റീഷൻ നിർത്തി എൻ്റെ താറൊക്കെ കൊടുത്തൊരു ബൊലേറോ വാങ്ങി എക്സ്പെഡിഷൻ മോഡലിലേക്ക് മാറുമായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ 2-3 പിള്ളേരുണ്ട്. ഒന്ന് എൻ്റെ ബ്രദറിൻലോ, പിന്നെ എൻ്റെ ഫ്രണ്ട് ശ്രീരാഗ് ഉണ്ട്. ഞാൻ ഭയങ്കര ഹ്യൂമിലേറ്റഡ് ആയി. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. അപ്പോൾ പിള്ളേർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് തിരിച്ചടിക്കാം, തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന് ബൊലേറോ അങ്ങനെ കൊടുത്ത് ഞാനൊരു ജീപ്പ്, സാധാരണ CJ 500 ജീപ്പ് വാങ്ങിച്ചു. ആ ജീപ്പ് വാങ്ങിച്ചിട്ട് ഇന്ന് വരെ ഇറങ്ങിയിട്ട് ഞാൻ ആകെ ഒരു 3-4-5 എണ്ണമൊക്കെ കയ്യിൽ നിന്ന് എൻ്റെ അടുത്ത് പോയിട്ടുള്ളൂ. 5 എണ്ണം മാത്രമാണ് പോഡിയം ഇല്ലാതെ ഞാൻ വന്നിട്ടുള്ളൂ. ഒരു 10, 150, 200 ഇവന്റ് ആ വണ്ടിയിൽ തന്നെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ 5 കൊല്ലം കൊണ്ട് ഞാൻ എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്തിരുന്നു. എൻ്റെ വണ്ടിയാണ് എന്നെ സപ്പോർട്ട് ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഞാൻ ചെയ്തത് ആ വണ്ടി ലൈറ്റ് വെയിറ്റ് വണ്ടിയായിരുന്നു. ഏറ്റവും ആദ്യം തന്നെ ചെയ്തത് മറ്റേ വണ്ടിയിൽ താറിൽ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ഹെവി ഡ്യൂട്ടി സാധനങ്ങളും ഞാൻ ഇതിനകത്ത് കയറ്റി. അത് പൊട്ടാത്ത ആക്സിൽ വാങ്ങിച്ചിട്ടു, ലോക്കേഴ്സ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഞാൻ ഈ വണ്ടിക്കകത്ത് കയറ്റി. എന്തൊക്കെ അപ്ഗ്രേഡ് അന്ന് മോട്ടോർ സ്പോർട്ട് ഫീൽഡിൽ ഓഫ് റോഡിങ്ങിൽ ഉണ്ടോ ആ സാധനങ്ങളെല്ലാം ഞാൻ എൻ്റെ ഈ വണ്ടിയിൽ വാങ്ങിച്ചു വെച്ചു. അപ്ഗ്രേഡഡ് ആയിട്ടുള്ള കമ്പണൻസ് എല്ലാം ഞാൻ വാങ്ങിച്ചു വെച്ചു. അത് കാരണം മിനിമൽ ഡാമേജസ് ആയിരുന്നു. എനിക്ക് ട്രാക്കിൽ പൊട്ടി ഒടിഞ്ഞ് കിടക്കാറില്ല. പിന്നെ ഓടിക്കാനും ഞാൻ പഠിച്ചു. ആദ്യത്തെ വണ്ടിയിൽ സ്പീഡിൽ ഓടിച്ചിട്ട്, സ്പീഡാണ് എല്ലാം ഏറ്റവും വലിയ കാര്യം എന്ന് വിചാരിച്ചാൽ എപ്പോഴും സ്പീഡിൽ പോയി എന്തെങ്കിലും ഒബ്സ്റ്റക്കിളിൽ പോയി അടിക്കും, വണ്ടി പൊട്ടും, അങ്ങനെ നാണം കെട്ടിയിരിക്കും. ട്രാക്കിൽ എവിടെയെങ്കിലും പൊട്ടി കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ട്രാക്ക് എക്സിറ്റ് ചെയ്യാനൊന്നും അവർ കാത്തേക്കില്ല. ബണ്ടിങ് തുറന്നിട്ട് ട്രാക്കിന്റെ പുറത്തേക്ക് വലിച്ചിടും, ബാക്കിയുള്ളവർ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മളവിടെ നിന്ന് ബാക്കി വണ്ടികൾ ഓടുന്നത് നോക്കിയിരിക്കും. ഈ 2020 വിന്നർ ആവുന്ന ഒരു സമയം ഉണ്ടല്ലോ, 24 വിന്നർ ആവും. പിന്നെ അത് കഴിഞ്ഞ് KTM ജീപ്പേഴ്സ് എന്ന് പറഞ്ഞ ക്ലബിൽ തന്നെ ഷമി മുസ്തഫ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു കോമ്പറ്റീറ്റർ തന്നെയാണ്,
പുള്ളിയുടെ വണ്ടികൾ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്ക് അങ്ങനെ വണ്ടിയോട് താല്പര്യമുള്ളതുകൊണ്ട് പുള്ളിയോട് പറയും എനിക്ക് വണ്ടി ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പുള്ളിയുടെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഇവൻറ്റിന് പുള്ളി വന്ന് ഓടിച്ചു. അപ്പോൾ പുള്ളി ഗൾഫിലാണ്, ഭയങ്കര ബിസിനസ് തിരക്കൊക്കെ ഉള്ള ആളാണ്. വണ്ടിയായിട്ട് ഒരു സിങ്കും ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും വരും എനിക്കൊന്ന് ഓടിക്കണം എന്ന് പറഞ്ഞ് പുള്ളി വണ്ടി ഒന്നെടുത്ത് ഓടിക്കും. അങ്ങനെ ഓടിച്ച് പുള്ളിയുടെ വണ്ടി ഒരിക്കൽ പുള്ളി എനിക്ക് ഓടിക്കാൻ തന്നു ഒരു സ്റ്റേജ് ഒരു കോമ്പറ്റീഷനിൽ കോട്ടയത്ത് വെച്ചിട്ട്. അന്ന് പുള്ളിയുടെ വണ്ടി നല്ല സ്പെക്കുള്ള, എൻ്റെ വണ്ടീനേക്കാളും സ്പെക്കുള്ള വണ്ടിയാണ്. പുള്ളിയുടെ വണ്ടിയുടെ ഒരു ഫിഡിൽ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ട് ഞാൻ ആ സ്റ്റേജ് ഓടിച്ച് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഓടിച്ചു. ഫാസ്റ്റസ്റ്റ് ഡ്രൈവറായിരുന്നു, ആ ഇവന്റിലെ ഓപ്പൺ ക്ലാസ് വിന്നറായിരുന്നു. അങ്ങനെ 2-3 ട്രോഫി എനിക്ക് കിട്ടി. അപ്പോൾ പുള്ളി അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, താൻ ഇത്ര നന്നായിട്ട് ഓടിക്കും, തനിക്ക് ഞാനൊരു വണ്ടി പണി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഇന്ത്യയിലത്തെ ഏറ്റവും നല്ല ഓഫ് റോഡ് വണ്ടി ബിൽഡ് ചെയ്യണ സർബ്ലോ മോട്ടോഴ്സിൽ പുള്ളി എനിക്ക് വേണ്ടി വണ്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പുള്ളിയും പുതിയൊരു വണ്ടി അതിൻ്റെ കൂടെ ഉണ്ടാക്കണ്ടായിരുന്നു. അപ്പോൾ ആ 2 വണ്ടിയുടെ കാര്യങ്ങളും ഞാൻ അവിടെ പോയി ഇടയ്ക്ക് 1-2 തവണയൊക്കെ ആയിട്ട് ചണ്ഡീഗറിൽ പോയി നോക്കും. അപ്പോൾ 3 വർഷം RFCക്ക് ഞാൻ ഇതിന് മുമ്പ് പോയതുകൊണ്ട് വണ്ടി എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നും അവിടെ ഉള്ള വണ്ടികൾ, ഓടുന്ന വണ്ടികളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് ഞാൻ കുറേ നോക്കി പഠിച്ചിട്ടുണ്ടായി. കാരണം ഇവരെ ഓടിക്കുന്നത് എല്ലാ വർഷവും ഞാൻ നോക്കുമായിരുന്നു. അപ്പം വണ്ടി ലോ ആവണം, വണ്ടി ലൈറ്റ് വെയിറ്റ് ആവണം, പിന്നെ ഭയങ്കര സ്റ്റേബിൾ ആവണം എന്നുള്ളതായിരുന്നു അൾട്ടിമേറ്റ് കാര്യം. പുള്ളി എന്നോട് എന്ത് എഞ്ചിൻ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഡീസൽ എഞ്ചിൻ മതി, ഞാൻ ഡീസൽ എഞ്ചിൻ ഫാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡീസൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഫോർച്യൂണറിൻ്റെ എഞ്ചിനും ഗിയർ ബോക്സ് ഒക്കെ വെച്ച് പുള്ളി ഒരു വണ്ടി പണി തന്നു. അപ്പോൾ അതിൽ അവർ പഞ്ചാബിൽ നിന്ന് പണിതപ്പം സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വാങ്ങിക്കണമല്ലേ, പോളി മാർക്കറ്റിൽ പോയി വാങ്ങിക്കുമ്പോൾ സാധനങ്ങളൊക്കെ നല്ലതായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായി. ആദ്യത്തെ RFC 2021 RFC ഞാൻ ആ വണ്ടി കൊണ്ടാണ് ഇറങ്ങുന്നത്. അത് ഇറങ്ങാൻ എനിക്ക് എൻട്രി കിട്ടിയത് ഇവിടെ കേരളത്തിൽ കേരള അഡ്വഞ്ചർ ട്രോഫി എന്ന് പറഞ്ഞൊരു ഇവന്റ് നടന്നു. ആ ഇവന്റിൽ വിന്നറുടെ പ്രൈസ് മണി എന്ന് പറഞ്ഞത് RFCക്കുള്ള എൻട്രിയാണ്. അന്ന് 1.25 ലക്ഷം രൂപയാണ് RFCയുടെ എൻട്രി ഫീ. മൂന്നാറിലെ ഇവന്റിൽ ഞാൻ ജയിച്ചു. പുള്ളി ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ RFCക്ക് പോകാൻ തീരുമാനിച്ചു. RFCക്ക് പോയി. ആദ്യത്തെ ദിവസം ഞാൻ ഓവറോൾ 5th കണ്ടു നിന്നു. സെക്കൻഡ് ഡേ ഞാൻ 3rd വന്നു. തേർഡ് ഡേ ഞാൻ ഫസ്റ്റായി. RFC 16 രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. അതിൽ ഇന്ത്യൻ RFC ആണ് ഇന്ന് ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് ഓടുന്ന RFC. കാരണം അത്രയും പാറകളും ഏറ്റവും കൂടുതൽ വിഞ്ചിങ് ഉള്ളതും ഡ്രൈവറുടെയും കോ ഡ്രൈവറുടെയും എഫിഷ്യൻസി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നതും ഇന്ത്യൻ RFCയിലാണ്. കാരണം മലേഷ്യൻസ് ഇന്ത്യൻ RFCനെ പേടിക്കുന്നുണ്ട്. മലേഷ്യൻസ് ആണ് RFCയിലെ മെയിൻ കോമ്പറ്റേറ്റേഴ്സ്. അവർക്ക് ഇന്ത്യയിൽ വന്ന് കോമ്പറ്റ് ചെയ്യാൻ ഇപ്പോൾ പേടിയാണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാർ അങ്ങോട്ട് കോമ്പറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ്. നമ്മൾ അത്രയും എഫിഷ്യന്റ് ആണ് കുറച്ചും കൂടി. അങ്ങനെ കേരളത്തിലേക്ക് RFCയുടെ വിന്നർ ട്രോഫി ഒരിക്കലും വന്നിട്ടില്ലായിരുന്നു. 2021 ഞാൻ കോമ്പറ്റ് ചെയ്യാൻ പോയിട്ട് 3rd ഡേ വിന്നറായി. 3rd ഡേ ടോപ്പിൽ വന്നു. 4th ഡേ 3rd ഡേ ഒരു ലാസ്റ്റ് സ്റ്റേജ് ഹൈ സ്പീഡ് സ്റ്റേജ് ഉണ്ടായിരുന്നു. ആ സ്പീഡ് സ്റ്റേജിൽ ഞാൻ പിന്നെ താഴെ പോയി. ആ സ്പീഡ് സ്റ്റേജിൽ എൻ്റെ വണ്ടിക്ക് ഒരു എറർ വന്നു, ഇലക്ട്രിക്കൽ എറർ വന്നു, എന്താണെന്ന് മനസ്സിലാവുണ്ടായിരുന്നു. അങ്ങനെ എറർ വന്ന് വണ്ടി ഡൗൺ ആയിപ്പോയി, വണ്ടി ലിമ്മോടിപ്പോയി. ഒരു തരത്തിൽ ഞാനത് ഫിനിഷ് ചെയ്തു, കുറേ ടൈം എടുത്തിട്ട്. ടൈമിംഗ് ആണ് അൾട്ടിമേറ്റ്. പിന്നെ ഞാൻ അങ്ങനെ കോംപ്രമൈസ്ഡ് ആയി. കാരണം ഫസ്റ്റ് RFC തന്നെ വിൻ ചെയ്യാൻ പറ്റണില്ല എന്നുള്ള വിഷമത്തിലായി. പിന്നെ എങ്ങനെയൊക്കെയോ ഓടിച്ച് ലാസ്റ്റ് സ്റ്റേജ് വരെ വണ്ടി കംപ്ലീറ്റ് ചെയ്തു. ഓവറോൾ 3rd ആയി. ഫസ്റ്റ് ടൈം ഓവറോൾ 3rd വന്ന ആരും ചിലപ്പോൾ ഉണ്ടാവില്ല. ആദ്യത്തെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. പിന്നെ 2ാം വർഷം പോയി. 2ാം വർഷം ഇതേ വണ്ടിയും കൊണ്ട് തന്നെ പോയി. ഒരുപാട് മിനുക്ക് പണികളൊന്നും ഇല്ലാതെ അതേ വണ്ടി കൊണ്ട് പോയി. ഡേ 1 വിന്നറായിരുന്നു, ടോപ്പിലെത്തി. പിന്നെ RFCയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരാൾ വിന്നറായി നിൽക്കാൻ RFC സമ്മതിക്കില്ല. അതായത് ടോപ്പിൽ നിൽക്കാൻ RFC സമ്മതിക്കില്ല. അങ്ങനെയാണ് ആ ഇവന്റിന്റെ ഒരു സ്കെഡ്യൂൾ വരെ. ഇപ്പോൾ ഡേ 1 ഞാൻ ടോപ്പിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്താൽ 4 സ്റ്റേജ് ഒരു ദിവസം ഉണ്ടാവാം. അപ്പോൾ 400 പോയിന്റ്. 400 പോയിന്റിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന ആരാണോ ആ ടീമായിരിക്കും അടുത്ത ദിവസത്തെ ഏറ്റവും ടഫസ്റ്റ് സ്റ്റേജ് ഓപ്പൺ ചെയ്യുന്നത്. 4 സ്റ്റേജ് ഉണ്ടാവും. ആ 4 സ്റ്റേജിൽ ഏറ്റവും ടഫസ്റ്റ് ഏതാണെന്ന് അവർ തീരുമാനിക്കും. ആ സ്റ്റേജ് ഓപ്പൺ ചെയ്യുന്നത് ആ ടീമായിരിക്കും. അങ്ങനെ സെക്കൻഡ് ഡേയും അങ്ങനെ വന്നു. ആദ്യത്തെ 4 ദിവസം ഞാൻ ടോപ്പിൽ നിന്നു. ഡേ 4 വരെ ഞങ്ങൾ ലീഡ് ചെയ്ത് നിന്നു. 4th ഡേ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജിൽ എൻ്റെ വണ്ടി ഓഫായി പോയി. ഇലക്ട്രിക്കൽ കംപ്ലയിൻസ് എന്താണ് 2 ദിവസം നിന്ന് പണിതിട്ടും ഒരാൾക്കും ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല. 5th ഡേ പോലും ഞങ്ങളുടെ പോയിന്റ് ആരും പിടിച്ചില്ല. 5th ഡേ ഫുള്ള് ഓടിയിട്ടും 5th ഡേ ഞങ്ങൾ ഓടിയില്ല. 6th ഡേ ആണ് ഞങ്ങളുടെ പോയിന്റിനെ അവർ കവർ ചെയ്യണത്. അങ്ങനെ ആ വർഷം അതുപോലെ പിന്നെയും കരഞ്ഞിറങ്ങി പോന്നു. ഏകദേശം എത്ര കോസ്റ്റ് വരും ഈ ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ഓടിക്കാൻ പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാ. എനിക്ക് കഴിഞ്ഞ RFCയുടെ എൻ്റെ മൊത്തം ബഡ്ജറ്റ് 5 lakhs ആയിരുന്നു. ഏറ്റവും ചീപ്പസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജീവിച്ച പോലെ, ഞങ്ങൾ RFC ഓടിച്ച പോലെ ഒരു ടീമും RFC ഓടിച്ചിട്ടുണ്ടാവില്ല. ഒരു ടീം ഒരു വർഷം നോർമലി ഒരു ടീം ചെലവാക്കണം 1 കോടി രൂപ അടുത്ത. അത് 5 ലക്ഷത്തിൽ അത് ഞങ്ങൾ 5 ലക്ഷത്തിൽ ഒതുക്കി. 5 ലക്ഷത്തിൽ ഒതുക്കിയത് തന്നെ 5 ലക്ഷം സ്പോൺസേർഡ് ആയിരുന്നു. ഞാൻ കയ്യിൽ നിന്ന് ആകെ എൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഡീസൽ അടിച്ചിട്ടുണ്ട് 57,000 രൂപയ്ക്ക്. അപ്പോൾ എൻ്റെ ടീമിലെ ചെക്കന്മാരും എൻ്റെ അളിയനൊക്കെ എന്നെ കളിയാക്കും. 57,000 രൂപ കൊണ്ട് RFC ഓടിക്കാൻ പോയ ആളാണെന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കും.